ഇന്ന് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് താപ്പർ ബലിദാന ദിനം. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് താപ്പർ ഭാരതത്തിലെ ഓരോ മൺതരികൾക്കും സുപരിചിതമായ പേരുകൾ. ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന അഗ്നി നക്ഷത്രങ്ങൾ. മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സായുധ വിപ്ലവം നടത്തിയ ധീരദേശാഭിമാനികൾ. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടിയ വിപ്ലവകാരികൾ. ലാഹോറിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞതുമായി ബന്ധപ്പെട്ടുണ്ടായ ലാഹോർ ഗൂഢാലോചന കേസിൽ ഭഗത് സിംഗും കൂട്ടരും പോലീസിന് കീഴടങ്ങി. രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും തങ്ങളുടെ ആശയങ്ങളും ലക്ഷ്യങ്ങളും ബ്രിട്ടീഷ് അധികാരികൾ തിരിച്ചറിയട്ടെ എന്നു കരുതിയാണ് ഭഗത് സിംഗും കൂട്ടരും കീഴടങ്ങിയത്. വിചാരണയ്ക്കൊടുവിൽ ഭാരതത്തിന്റെ ധീരപുത്രന്മാരെ തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ടു. വിപ്ലവം ജയിക്കട്ടെ എന്ന മുദ്രാവാക്യം മുഴക്കി ജയിലറകളിൽ നിന്ന് പുറത്തിറങ്ങിയ ഈ 3 ദേശാഭിമാനികളെയും സഹതടവുകാർ ലാഹോർ സെൻട്രൽ ജയിലിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിൽ മുദ്രാവാക്യം മുഴക്കി അഭിവാദ്യം ചെയ്തു. 1931 മാർച്ച് 23-ന് ലാഹോറിലെ സെൻട്രൽ ജയിലിൽ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നീ 3 ദേശാഭിമാനികളായ സ്വാതന്ത്ര്യ സമര ഭടന്മാർ തൂക്കിലേറ്റപ്പെട്ടു. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, അടിമത്തമോ മരണം എന്ന സന്ദേശം നൽകി അവർ ഭാവി ഭാരതത്തിനായി അനശ്വരന്മാരായി മാറി. യഥാർത്ഥത്തിൽ മാർച്ച് 24-നായിരുന്നു വധശിക്ഷ നടപ്പാക്കേണ്ടത്. എന്നാൽ ബലിദാനികൾക്ക് ലഭിക്കാൻ പോകുന്ന പിന്തുണ സർക്കാരിന് തലവേദന സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഭരണകൂടം ഒരു ദിവസം മുൻപേ ശിക്ഷ നടപ്പാക്കുകയായിരുന്നു. ഭഗത് സിംഗിന്റെയും രാജ്ഗുരുവിന്റെയും സുഖ്ദേവ് താപ്പറിന്റെയും പട്ടടകളിൽ നിന്നും കൊളുത്തിയെടുത്ത ദീപശിഖ പിൻഗാമികൾ ഏകസ്ഥിതമായി ഏറ്റുവാങ്ങിയതിന്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ധീരബലിദാനികളെ, നിങ്ങൾക്ക് സ്വതന്ത്ര ഭാരതത്തിന്റെ ശതകോടി പ്രണാമം.